കാര്യങ്ങൾ ക്ലിയറായി. അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് അത് റബ്ബിനോട് ചോദിക്കാവൂ. അത് അല്ലാത്തോട് ചോദിച്ചാൽ ഖാലിഖാന്ന് വിശ്വസിച്ചാലും ശരി, മഖ്ലൂഖാന്ന് വിശ്വസിച്ചാലും ശരി, ഇലാഹാന്ന് വിശ്വസിച്ചാലും ശരി, ഇലാഹ അല്ലാന്ന് വിശ്വസിച്ചാലും ശരി, അത് ശിർക്ക് തന്നെയാണ്. അത് നിങ്ങൾ ചൊല്ലുന്നു ഖുത്ബിയത്തിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു നാരിയാ സ്വലാത്തിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു റാത്തീബിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു മാലപ്പാട്ടിലൂടെ, അത് നിങ്ങൾ ചോദിക്കുന്നു ജിന്നിനോട്, അത് നിങ്ങൾ ചോദിക്കുന്നു മലക്കിനോട്, അത് നിങ്ങൾ ചോദിക്കുന്നു ജാറങ്ങളിൽ പോയിട്ട്. മാത്രവുമല്ല അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കുമെന്ന് മടവൂർ CM വലിയുല്ലാഹിയുടെ സ്മരണിക എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ സുന്നികൾ തന്നെ എഴുതി വിടുന്നു. അപ്പോൾ ഇവിടെ റഹ്മാനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് ഈ പറയപ്പെട്ടവയിലൂടെ അല്ലാത്തവയിലൂടെ പടപ്പുകൾക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു. ജാറങ്ങളിൽ പോയി തേടുന്നു. ആരാണെന്നറിയാത്ത, മയ്യത്തുണ്ടോ എന്നറിയാത്ത, മുസ്ലിമാണോ എന്നറിയാത്ത, മുഅ്മിനാണോ എന്നറിയാത്ത ജാറങ്ങളിൽ പോലും പോയിട്ട് പ്രാർത്ഥിക്കാൻ ഈ സമുദായത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഇസ്തിഗാസ ശിർക്ക് തന്നെയാണ്. ആ ഇസ്തിഗാസ ലോകത്തൊരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഇമാം റാസി പഠിപ്പിച്ചിട്ടില്ല, നബവി ഇമാം പഠിപ്പിച്ചിട്ടില്ല, അഹ്ലുസുന്നയുടെ ഇമാമീങ്ങളിൽ ഒരാളും തന്നെ ഈ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടില്ല. അവരൊക്കെ പഠിപ്പിച്ചത് നേരെ തിരിച്ചാണ്. ബഹുമാനപ്പെട്ട ഒരുപാട് ഇമാമീങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. ഇമാം നബവി പഠിപ്പിച്ചു, ഒരുപാട് ഇമാമീങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അവരുടെ കൊട്ടക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. അവർ മുശ്രിക്കുകളാണോ? ഇമാം നബവി ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു വയതവസ്സലു ബിഹി വയതശഫഉ ബിഹി യാ ഖൈറ മൻ ദുഫിനത് എന്തുപോലുള്ള വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച അവർ മുശ്രിക്കുകളാണോ? അടുത്ത ചോദ്യം. ഒരൊറ്റ ഇമാമും ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരാരും മുശ്രിക്കീങ്ങളല്ല. അഞ്ചാമത്തെ ചോദ്യത്തിന് അഞ്ചാമത്തെ മറുപടി. ലോകത്ത് അഹ്ലുസുന്നയുടെ ഇമാമീങ്ങളിൽ ഒരൊറ്റ ഇമാമ് പോലും പഠിപ്പിച്ച അവർ വായിച്ചെന്താ? വയതവസ്സലു ബിഹി. ഇതാ കൂട്ട ഇസ്തിഗാസ, ഇതാ ഇസ്തിഗാസ. ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചു വയതവസ്സലു ബിഹി. അത് തവസ്സുലല്ലേ കൂട്ടരെ? നിങ്ങൾക്ക് എന്ത് തവസ്സുല്? നിങ്ങൾക്ക് എന്ത് തശഫുഉ? നിങ്ങൾക്ക് എന്ത് ഇസ്തിഗാസ? തവസ്സുലും തശഫുഉം പഠിയണോ? ഇത് വായിച്ചാൽ മതി. ശിഫാഉ സഖാം, നിങ്ങളെ ഹോജയായ സുബിക്ക് ശിഫാഉ സഖാമിന് എന്താ പറഞ്ഞത്? തവസ്സുലും തശഫുഉം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്വസ്ഥമായി ഇത് വായിച്ചു നോക്കുക. അതുകൊണ്ട് ചോദിക്കുന്നത് ഇങ്ങോട്ട് ഒരമ്പണ മുമ്പ് ഒന്ന് ആലോചിക്കുന്നല്ല. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു ഇണക്കം നൽകി. ലൗ അൻഫഖ്ത, നബിയെ അങ്ങ് ചെലവാക്കുകയാണെങ്കിൽ, മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കുകയാണെങ്കിൽ, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കാൻ നബിയെ അങ്ങേക്ക് കഴിയൂല. അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ കൊണ്ട് ചെയ്ത സഹായം അള്ള തന്നെ ചെയ്തതാണ്. നബിയെ അങ്ങ് അവരുടെ ഇടയിൽ തഅരീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്കത് നടത്താൻ കഴിയില്ല. അപ്പൊ നബിക്ക് കഴിയാത്തതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? നബിക്ക് കഴിയാത്ത അള്ള ചെയ്തു തന്നു, അതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? ഇതിനാണോ നിങ്ങൾ സാധാരണ മാർഗം, ഭൗതിക മാർഗം എന്നുള്ള? ഭൗതിക മാർഗം എന്നുള്ളത് ഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ മനുഷ്യരോട് ചോദിക്കാം. അഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. അത് മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാണ്. റാസിയിൽ പറഞ്ഞ ഇബാറത്തൊന്ന് വായിച്ചു വരേണ്ടതായിരുന്നു. റാസിയിൽ പറഞ്ഞ ഇബാറത്തിനെ സംബന്ധിച്ച് ഒരാൾക്കും മനസ്സിലായിട്ടില്ല ആ കൂട്ടത്തിലല്ലേ? അതല്ല രസം. അതിങ്ങനെ ഉദ്ധരിക്കാണ്. ആദ്യം മറ്റേ വലിയ മൂപ്പർ എഴുതി വിട്ടു, പിന്നെ മറ്റുള്ളവർ ഉദ്ധരിച്ചു. ഏതായാലും ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇതാവസ്ഥ. ഇനിയിപ്പോ സക്കീറ ഉണ്ടെങ്കിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഞങ്ങൾ 6 വന്ന് 5 ആളോടെ ബാക്കിയിരിക്കുക. 6 5 ബാക്കിയാ. ഞങ്ങളെ ജാമിഅ അൽ ഹിന്ദിലെ കുട്ടികളെ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ തോന്നാ ഓലെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഓലിപ്പോ എന്നെ ചീത്തറിയാ, എന്തിനാ നിങ്ങള് പോകുന്നു, ഞങ്ങളെ വിട്ടാ പോരേന്നോന്നിട്ട്. പിന്നെ മൂപ്പരിപ്പ് ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ഖൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്നിപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്.
നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കറിയ സ്വലാഹി ആവശ്യം വന്നില്ല, സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല, നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി. ഇങ്ങനെ പഠിച്ച കോളേജിലെ നന്ദി അതിന് അത്രയല്ലേ ഉള്ളൂ.